ആദ്യം തന്നെ അദ്ദേഹം പ്രകോപനപരമായ ഒരു നിലപാടാണല്ലോ എടുത്തത്. കേരളത്തെ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്നുള്ള പ്രകോപനപരമായ ഒരു നിലപാടാണ് എടുത്തത്. മുൻ മുഖ്യമന്ത്രിമാരൊക്കെ എടുത്ത നിലപാടെന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 152 അടി ആക്കണമെന്ന നിലപാടാണ് എടുത്തിരുന്നത്. ഇദ്ദേഹമാണ് ഡാം കെട്ടാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ പരിചയക്കുറവുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു, കാരണം കേരളത്തിൽ നിന്നും വേറെ 8 ഡാമുകളിൽ നിന്നും കൂടി തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇത്രയധികം ജലം ലഭിക്കുന്ന കൊടുക്കുന്ന ഒരു സ്റ്റേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജോസഫ് വിജയ് മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി, ഏകപക്ഷവും ചെറുപ്പക്കാരനായ ഒരു മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിൽ ഡാം കെട്ടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നീക്കം കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊരു വലിയ പ്രകോപനം അതിർത്തി ഗ്രാമങ്ങളിൽ ഉണ്ടാകുമെന്ന് പോലും അദ്ദേഹം ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയുടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് തമിഴിലെ സെൻസിറ്റീവായ ആളുകൾ ഇളകി വരാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം കെട്ടാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഉർവശി ശാപം ഉപകാരം എന്ന് തന്നെ മലയാളികൾ മനസ്സിലാക്കണം. നിലവിലുള്ള ഡാമിന്റെ 1350 അടി പുറകിലാണ് സർവേ നടത്തി പാറയുടെ ബലം പരിശോധിച്ച് ഡാം കെട്ടാൻ കേരളം ഒരുങ്ങിയിരിക്കുന്നത്. അവിടെ നദി താഴോട്ടൊഴുകുന്നതുകൊണ്ട് പുതിയ ഡാമിന്റെ ഹൈറ്റ് 60 അടി കൂടി കൂടും, 600 അടി നീളം കൂടും. ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിന്റെ അളവ് ഇന്നുള്ള ഡാമിനേക്കാൾ 40% കൂടുതൽ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പുതിയ ഡാം അല്ല പരിഹാരം. മുല്ലപ്പെരിയാറിൽ 50 അടിക്ക് ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി, അല്ലെങ്കിലും 1800 അടി ഉയരത്തിൽ കുമളിയിൽ കിടക്കുന്ന വെള്ളം 1800 അടി താഴെ കമ്പത്തോട്ട് കൊണ്ടുപോകാൻ എന്തിനാണ് പുതിയ ഡാം എന്നെങ്കിലും മലയാളികൾ ചിന്തിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, you should obtain all the statutory permissions from the authorities. You should obtain the permission of Green Bench. You should obtain the permission of the planning board. എല്ലാം സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ആരാ? കേരളം ന്യൂ ഡാം നിങ്ങൾ സമ്പാദിച്ചോളാം. നിങ്ങളുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാതെ വരും നോക്കിക്കോളാം. കാരണം 2000 കോടി രൂപ നിങ്ങളുടെ ഖജനാവിൽ നിന്ന് മാറുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ വിലക്കയറ്റവും നാണ്യപ്പെരുപ്പവും ഉണ്ടാകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് കോടതി പറയേണ്ട കാര്യം അല്ലാതിരുന്നിട്ട് കൂടി അതിലിടപെട്ട് കോടതി സംസാരിച്ചിട്ടുണ്ട്. അതിനർത്ഥം കേരളം പുതിയ ഡാമെന്ന ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. അതായത് ഇവര് വെറുതെ ഗവൺമെന്റ് ഈ വിഷയം അതിനകത്ത് ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഏതാണ്ട് 20 നിയോജകമണ്ഡലങ്ങളിലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള വോട്ട് ബാങ്ക് തമിഴർക്കുണ്ട്. കേരളത്തിൽ 20 നിയോജകമണ്ഡലത്തിലെങ്കിലും, ഇടുക്കി ജില്ലയിലെ 4 നിയോജകമണ്ഡലത്തിൽ, ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല, ഇടുക്കി 4 നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള വോട്ട് ബാങ്ക് തമിഴർക്കുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം, പാലക്കാട്, കോട്ടയത്ത് തന്നെ 4-5 തമിഴ് സംഘടനകളുണ്ട്. അവരെ എന്നും കൂടെ നിർത്തിയിരുന്നത് മാണിസാവ് അവരുടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുമായിരുന്നു. മാണിസാവിനെ കൂടെ തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ അതെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും കുറഞ്ഞത് 20 നിയോജക മണ്ഡലത്തിൽ ഒരു മൂന്നാറിൽ തമിഴർക്കാണ് ഭൂരിപക്ഷം, പീരുമേട്ടിൽ തമിഴർക്കാണ് ഭൂരിപക്ഷം. അപ്പോ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള വോട്ട് ബാങ്ക് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഉറക്കം കെടുത്തുന്നതും. പുതിയ ഡാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, തമിഴ്നാട് അനുവദിക്കില്ലെന്ന് പറയുക, 5 വർഷം കഴിയുമ്പോൾ ഒന്നും സംഭവിക്കാതെ ഇറങ്ങിപ്പോവുക. ഇടതുപക്ഷ ഗവൺമെന്റ് 10 വർഷവും 10 ബഡ്ജറ്റിലും 10 കോടി രൂപ വീതം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ നീക്കി വെച്ചിട്ടുണ്ടെന്ന് എഴുതിയതല്ലാതെ യാതൊരു നടപടിയും, ഞാൻ LDF എന്നുള്ളതല്ല, അതിനു മുമ്പുള്ള UDFും അത് തന്നെയാണ് ചെയ്തിരുന്നത്. പുതിയ ഗവൺമെന്റും അത് തന്നെ ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് സംശയിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനൊരു സമവായം പുതിയ ടണലിലൂടെ ഇത്
ഒരു പക്ഷേ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കപ്പെടുമായിരുന്നില്ല. ഇത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഏറ്റെടുത്തു. സുപ്രീം കോടതി ഈ പുതിയ ടണൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം സുപ്രീം കോടതിയുടെ വിധിയിൽ ഡിഗിങ് ഓഫ് എ ന്യൂ ടണൽ സ്റ്റേറ്റ് എലിവേഷൻ ഓഫ് 50 ഫീറ്റ് 50 അടിക്ക് ഒരു പുതിയ, അതായത് ഇന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്ന ടണലിന് താഴെ കൂടെ അടിയിൽ താഴ്ന്ന വിധാനം മറ്റൊരു ടണൽ നിർമ്മിക്കുക. വെള്ളം തമിഴ്നാട്ടിലേക്ക് വെറുതെ പോളും. മലയാളികളിൽ ഒന്നും ചെയ്യേണ്ടതില്ല. ഡാമിലെ ജലനിരപ്പ് താഴും. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ഡാമാകും. നമുക്ക് സ്വസ്ഥമായിട്ട് എക്കാലവും കിടന്നു. അവർക്ക് 55 അടി വെള്ളം കൂടുതൽ കിട്ടും. കോടതിയെ അത് പറയുന്നുണ്ട്. യു ക്യാൻ ഡ്രോ മോർ വാട്ടർ ഫ്രം ദ സ്റ്റോറേജ്. നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കോടതി ഉത്തരവിലുണ്ട്. ഇതൊന്നും മുഖവരിക്കെടുക്കാതെ 142 MLA മാർക്കും നേരത്തെ ഈ കോടതി ഉത്തരവ് വന്ന് 2014 142 MLA 140 MLA മാർക്കും ഈ ഉത്തരവിന്റെ കോപ്പി കൊടുക്കുക. ഒരാൾ പോലും പിന്നീട് അതിനെക്കുറിച്ചൊരു കമന്റ് പറയാൻ തയ്യാറായില്ല എന്നതാണ് ഞങ്ങൾ സമരസമിതിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. തേക്കടിയിൽ വെള്ളം കുറയുമ്പോൾ, തേക്കടി തടാകത്തിൽ വെള്ളം കുറയുമ്പോൾ ആ പ്രദേശത്തെ കുടിവെള്ളത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വെള്ളം ഇല്ലാതെ വരുമോ എന്നുള്ളതാണ് ചോദ്യം. തടാകത്തിൽ നിന്നും വെള്ളമെടുക്കാനുള്ള നിയമം നിലവിൽ കരാർ അനുസരിച്ച് ഇതിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള, കേരളത്തിന് വെള്ളമെടുക്കാൻ അനുവദിച്ചിട്ടേയില്ല. കരാർ അനുസരിച്ച് ഓൾ വാട്ടേഴ്സ് ഓഫ് മുല്ലപ്പെരിയാർ ബിലോങ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന് കരാറിൽ, ഒറിജിനൽ പട്ടക്കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് 1970 CH നിരുപാധികം പുതുക്കിക്കൊടുക്കുന്നത്. ഓൾ വാട്ടേഴ്സ് ഓഫ് മുല്ലപ്പെരിയാർ. കേരളത്തിന് ഒരു വെള്ളവും അതിനകത്ത് കരാറിൽ പറഞ്ഞിട്ടില്ല. ഡാം ഓവർഫ്ലോ ചെയ്യുകയോ ഷട്ടർ തുറക്കുകയോ ചെയ്യുമ്പോൾ ഏതാനും മണിക്കൂർ കുറച്ച് വെള്ളം ഇടുക്കിയിലോട്ട് ഒഴുകി എത്തുന്നത് ഒഴിച്ചാൽ മാത്രമല്ല, ഈ 8000 ഏക്കർ വനത്തിനകത്താണ് ഈ തടാകം. ഈ വനത്തിനകത്ത് യാതൊരു കൃഷിയുമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതിയോടെയാണ് നമ്മൾ തേക്കടി തടാകത്തിലോട്ട് കയറി പോകുന്നത്. അല്ലാതെ അവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല. ആദിവാസികൾക്ക് മാത്രമാണ് ഇന്ന് ചൂണ്ടയിടാനോ തിരുമീൻ പിടിക്കാനോ ഒക്കെയുള്ള അവകാശം അവിടെ ഉള്ളൂ. അപ്പൊ ഈ തടാകം നിൽക്കുന്നത് ഈ 8000 ഏക്കറിനകത്താണ്. ഇതിനകത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനം പാസ് എടുത്ത് മാത്രമേ ഉള്ളൂ. അവിടെ കൃഷിയില്ല, മറ്റു യാതൊന്നുമില്ല. പിന്നെ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ആകെ അല്പം വെള്ളം കൂടുതൽ കുടിക്കുന്ന ഒരു മൃഗം ആന. ബാക്കി എല്ലാ മൃഗങ്ങളും വെള്ളം നക്കി കൊടുക്കുന്ന. അപ്പൊ എത്രമാത്രം വെള്ളം ഒരു കടുവയോ ഒരു സിംഹമോ നക്കി കുടിക്കുന്ന ജീവികളാണ് ബാക്കി മുഴുവൻ. ആന മാത്രമേ കുറച്ച് വെള്ളം. ഈ 50 അടി വെള്ളം ധാരാളം മതി ഈ ഒരു ആവശ്യത്തിന്. ഈ വന്യമൃഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ 50 അടി വെള്ളം ധാരാളം മതി എന്നുള്ളത് മാത്രമല്ല, നമ്മൾ 50 അടിക്ക് ടണലെന്ന് പറയുമ്പോഴും വാട്ടർ ലെവൽ 90 അടിയിൽ ഫിക്സ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 50 അടിക്ക് ടണൽ നിർമ്മിച്ചിട്ട് വാട്ടർ ലെവൽ 90 അടിയിൽ നിലനിർത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വന്യമൃഗങ്ങളെ ഒന്ന് സംബന്ധിച്ചിടത്തോളം ഡാമിന്റെ റിസർവോയറിലെ വാട്ടർ ലെവലാണ് നമ്മൾ പറയുന്നത്. തേക്കടി തടാകത്തിലെ അടിത്തട്ടിൽ നിന്ന് 50 അടി, അതായത് 90 അടി. മാക്സിമം വാട്ടർ ലെവൽ 90 അടിയും മിനിമം ഇപ്പോഴത്തേത് മാക്സിമം വാട്ടർ ലെവൽ 155, മിനിമം 106. ഡെഡ് സ്റ്റോറേജ് 106. അപ്പോ നമ്മൾ പറയുന്നത് 90 അടിക്ക് മാക്സിമം വാട്ടർ ലെവലും 50 അടിക്ക് മിനിമം അല്ലെങ്കിൽ ഡെഡ് സ്റ്റോറേജ്. ഈ ഡെഡ് സ്റ്റോറേജിലേക്ക് എത്തുന്നത് വലിയ വേനൽക്കാലത്തെ എത്തുന്നുള്ളൂ. ബാക്കി സമയങ്ങളിൽ 90 അടി വാട്ടർ ലെവല് നിലനിർത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു സൊല്യൂഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും ബാക്കി ഇന്ത്യയിലെ 5 പരമോന്നത ഏജൻസികൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇത് മുന്നോട്ട് പോകാൻ വൈകുന്ന ഒത്തിരി തടസ്സങ്ങൾ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ചർച്ച ചെയ്തു. അത് ഞങ്ങൾ കഴിയുന്നതും അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല.